ആ ഞാനിത് ആർക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ശരി ശരി, അതിന്റെ പേരിൽ ഇനി പിണങ്ങണ്ട, ഞാൻ കഴിച്ചോളാം. ആ അമ്മേ, അതെ, ഞാൻ ഈ ഫോൺ ഒന്ന് കുത്തിയിട്ടിട്ട് വരാം. അത്ര നേരം കൂടി ചാർജ് കയറുമല്ലോ. എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ടല്ലേ കഴിച്ചിട്ട് പോയാ മതി ഞാൻ പറഞ്ഞത്. നീ ഇരിക്കെ, ഞാൻ വിളമ്പി തരാം. അമ്മയും കൂടി ഇരിക്കെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. പറയുന്നത് അങ്ങോട്ട് കേക്ക് മോളെ. നീ ഇരുന്ന് കഴിച്ചിട്ട് വേഗം ഇറങ്ങാൻ നോക്ക്. ഞാൻ സമയം പോലെ കഴിച്ചോളാം. നീ ഇരിക്കെ അങ്ങോട്ട്. കഴിക്ക്. ദേ, അമ്മ സമയം പോലെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കരുതേ. മെഡിസിനൊക്കെ കഴിക്കാനുള്ളതാ, അറിയാലോ. അതൊന്നും മുടക്കില്ല. മോളങ്ങോട്ട് കഴിക്ക്. ഈ പറഞ്ഞ ഹർജി ഹൈക്കോടതി കൊടുത്ത ഇന്ന് തന്നെ അവിടുന്ന് ഓർഡർ കിട്ടുമായിരിക്കും അല്ലേ മോളെ? കിട്ടുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. എന്തായാലും അത് വക്കീലുമായിട്ടൊന്ന് സംസാരിക്കണം. ഫോൺ ലോക്ക്ഡാണല്ലോ. പാറ്റേൺ ഇട്ടാണല്ലോ ലോക്ക് ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും നിധിയുടെ പാറ്റേൺ? തെളിവുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് കാണിച്ചു തരണം. എന്താ കാണണോ? നിങ്ങൾ കാണിച്ച പ്രവൃത്തിയുടെ വീഡിയോ ഞാൻ കൃത്യമായി എടുത്തു വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാൻ ഞാൻ. നോക്ക്. അന്ന് അവള് ജി എന്നാണ് പാറ്റേൺ കൊടുത്തത്. ഗൗതമിന്റെ ജി. യെസ്. ഹൈക്കോടതിന്ന് അങ്ങനെ ഒരു ഓർഡർ കിട്ടിയാ പിന്നെ പോലീസുകാരെ അന്വേഷണം വേഗത്തിലാക്കുമായിരിക്കും അല്ലേ? ഇവിടുത്തെ SIയും പോലീസുകാരും ഒക്കെ CKSയുടെ ആൾക്കാരായതുകൊണ്ടാണല്ലോ ഉപേക്ഷ വിചാരിക്കുന്നത്. ഹൈക്കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉപേക്ഷയും വിചാരിക്കാൻ പറ്റില്ല. പ്രണവ് എവിടെയുണ്ടെങ്കിലും കണ്ടുപിടിച്ച് അവർക്ക് കോടതിയിൽ ഹാജരാക്കിയേ പറ്റൂ. എങ്ങനെയെങ്കിലും പ്രണവിനെ കണ്ടുപിടിച്ച ഗൗതമിനെ ജയിലിൽ നിന്ന് ഇറക്കായിരുന്നു. എന്റെ 2 കുഞ്ഞുങ്ങളെയും ഒരുമിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് പിന്നെ മരിച്ചാലും കുഴപ്പമില്ല. ഇവനായിരിക്കണം പവിത്രൻ. അമ്മേ, എനിക്ക് മതി. പാത്രമൊക്കെ അവിടെ വെച്ചേക്ക്, ഞാൻ കഴുകിക്കോളാം. നീ പോയി കൈ കഴുകു ചെല്ലേ. ഈ ഫോട്ടോസ് എന്റെ മൊബൈലിലേക്ക് അയക്കണം. അമ്മേ, ഞാൻ പോയി ഫോണും ഫയലൊക്കെ എടുത്തിട്ട് വരാം. അയ്യോ,
ഉച്ചക്കലത്തേക്ക് ചോറൊന്നും വെക്കണ്ട. എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വരാം. എന്തിനാ മോളെ പുറത്തുനിന്ന് വാങ്ങുന്നത്? ശരി, എങ്കിൽ പിന്നെ അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അയ്യോ